ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അമാൻ കുക്കിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ദോശയാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾക്ക് നോക്കാം. അതിനായിട്ട് കുറച്ചധികം ധാന്യങ്ങൾ നമ്മളിവിടെ എടുക്കുന്നുണ്ട്. 250 ml ഒരു കപ്പ് അരിയാണ് എടുത്തത്. പിന്നെ അരക്കപ്പ് ചുവന്ന പരിപ്പ്, 1/4 കപ്പ് ചെറുപയർ, 1/4 കപ്പ് ഉഴുന്നാണ് ചേർക്കുന്നത്. ഈ ഉഴുന്ന് തോലോട് കൂടിയതാണെങ്കിൽ സെപ്പറേറ്റ് വെള്ളത്തിടണം. ഇനി 2 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് കടലപ്പരിപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ്. വെള്ളത്തിലിട്ട് 4 മണിക്കൂറെങ്കിലും ഇത് കുതിർക്കാൻ വെക്കണം. 4 മണിക്കൂറിന് ശേഷം നമ്മൾ ഇതാ കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ ചേർത്തണ്. ഇത് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ലാസ്റ്റത്തെ പാർട്ട് അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരു അല്ലി കറിവേപ്പിലയും 3 പച്ചമുളകും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണം കൂടെ ചേർത്തിട്ടാണ് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാ പാർട്ടും മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 6 മണിക്കൂറെങ്കിലും റെസ്റ്റിന് വെക്കണം. കാരണം ഞാനിത് രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെ എടുക്കുമ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട്. നല്ല പോലെ കണ്ടില്ലേ, പൊങ്ങി വന്നണേ. 3/4 പാത്രമൊക്കെ ഉള്ളായിരുന്നു മാവ്, ഇപ്പോൾ പൊങ്ങി ഫുള്ളായിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നല്ല പോലെ ഇളക്കിയെടുക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് മാവ് നല്ലപോലെ ചുറ്റിച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇത് നല്ലൊരു ക്രിസ്പി ലെവലാവണം, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമ്മൾ ഇതിലേക്കുള്ള കറികളും ചായയൊക്കെ റെഡി ആയിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. അപ്പോഴാണ് നല്ല മൊരിഞ്ഞ ചൂടോട് കൂടി എപ്പോഴും ദോശ കഴിക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ മേൽഭാഗത്തേക്ക് വന്നിട്ട് ബ്രൗൺ കളർ ഇതേ ലെവലിൽ വേണം, കരിയരുത്, പക്ഷേ ഒരു ബ്രൗൺ കളർ വരണം. അപ്പോൾ നല്ലൊരു ക്രിസ്പിയോട് കൂടി ഇത് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഞാൻ നെയ്യ് തടവി കൊടുത്തിന്. അത് ഫസ്റ്റത്തേൽ കാണിക്കാൻ മറന്ന്, അതാണ് രണ്ടാമത്തെ കാണിക്കണേ. അപ്പോൾ ഇത് നമുക്ക് ദോശ ഏതൊക്കെ കറി കൊണ്ട് കഴിക്കുക, ആ കറിയൊക്കെ കൂട്ടി കഴിക്കുക. അത് ചട്നിയും സാമ്പാറുമാണ്. അപ്പോൾ ഈ ചട്നീൻ്റെ സാമ്പാറിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്.